ഹായ് എസ് ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല സത്യസന്ധരായിട്ടുള്ള പാർട്ട്നേഴ്സ് കുറേ പേരുണ്ടല്ലേ. അതായത് ചില റിലേഷൻഷിപ്പിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഭയങ്കര സിൻസിയർ ആയിരിക്കും, മറ്റാൾ അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. പക്ഷേ മറ്റു പല ബന്ധങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരേപോലെ സിൻസിയർ ആയിട്ടുള്ള ആളുകളുണ്ട്. സോ ഇത്തരത്തിൽ ആത്മാർത്ഥമായിട്ട് തൻ്റെ പാർട്ട്ണറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ള പല ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പല സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരമായിരിക്കും എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ സത്യസന്ധനായിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ, നിങ്ങളോട് അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾക്ക് എതിരെ പ്രയോഗിക്കാൻ തയ്യാറാവില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു അവസരത്തിലും നിങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ അവർ നിൽക്കുന്നുണ്ടായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു തെറ്റ് മറ്റുള്ള ആളുകൾ അറിയരുതെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് അത് ഷെയർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അവരൊരിക്കലും അത് ആരോടും പറയില്ല എന്നൊരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പാർട്ട്ണർ എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഒരിക്കലും മറ്റാരോടും പറയില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് നിങ്ങളോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നും ഇല്ലാത്ത എന്നാൽ കുറച്ച് സ്നേഹമായി നടിക്കുന്ന പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ ഒരു കാര്യം മറ്റാരോടെങ്കിലും പറയാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്തരത്തിൽ അവര് ഈ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്ന് തന്നെ പറയുന്നില്ല എങ്കിലും നിങ്ങളുടെ വീക്ക്നെസ്, നിങ്ങൾക്കുള്ള എന്തെങ്കിലും വീക്ക്നെസ്സും വീക്ക് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കെതിരെ നിങ്ങളെ തളർത്താനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഒരു സിൻസിയർ പേഴ്സൺ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരൊരിക്കലും അവരുടെ ഇൻഡിവിജ്വൽ നീഡ്സിന് മാത്രം ഇമ്പോർട്ടൻസ് നൽകുന്ന ആളുകളായിരിക്കില്ല എന്നുള്ളതാണ്. അവരുടെ ആവശ്യങ്ങൾ നടക്കണം എന്നതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടി നടത്താനായിട്ട് അവരിപ്പോഴും പരിശ്രമിക്കുന്നുണ്ടായിരിക്കും. ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്, അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് സ്വാർത്ഥരായിട്ടുള്ള ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം. റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി, അവർ സേഫ് ആയിരിക്കാം, ഈ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഇട്ടിട്ട് പോകുന്ന ആ ഒരു ടൈപ്പിലുള്ള ആളുകളായിരിക്കും. പക്ഷെ ശരിക്കും സ്നേഹമുള്ള ആളുകൾ എങ്ങനെയാണെന്നുള്ളത് അറിയോ? അപ്പോൾ അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഉയർച്ചകൾ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പാർട്ട്ണർ കൂടി കുറച്ചുകൂടി മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്നവരായിരിക്കും. ആ രീതിയിൽ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. ഒരിക്കലും അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്നവരായിരിക്കില്ല. അവർക്കൊപ്പം അവരുടെ പാർട്ട്നേഴ്സിനും അവരുടെ പാർട്ട്നേഴ്സിന്റെ ആവശ്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് നൽകുന്ന ആളുകളായിരിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ, അതായത് ആത്മാർത്ഥമായി തന്റെ പാർട്ട്ണറെ സ്നേഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് ഒരിക്കലും തന്റെ പാർട്ട്ണറെ ഇവർ കമ്പയർ ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് അവൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അവൻ ഇങ്ങനെയാണ്, അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പയർ ചെയ്യുന്ന കുറേ പേര് നമ്മൾ കാണാറുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. കാരണം ഇവർക്ക് നല്ല ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കും, ഞാൻ അങ്ങനെ മറ്റേതെങ്കിലും പേഴ്സണെ വെച്ച് എൻ്റെ പാർട്ട്ണറെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ആൾക്ക്, അതായത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണർക്ക് അത്രയധികം സങ്കടമാണ് ഉണ്ടാക്കുക, വിഷമമാണ് ഉണ്ടാക്കുക. ഞാൻ കാരണം ഇവരൊരിക്കലും വിഷമിക്കാൻ പാടില്ല എന്ന ചിന്തയോട് കൂടിയിട്ട് ഒരിക്കലും ഇങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ പാർട്ട്ണർ തയ്യാറാവില്ല എന്നുള്ളതാണ്. അതായത് അവർ നല്ലൊരു പേഴ്സൺ ആണെങ്കിൽ മാത്രം, നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ മാത്രം ഇങ്ങനെ ഒരു കമ്പാരിസൺ അവിടെ നടക്കുന്നതായിട്ട് കാണാൻ പറ്റില്ല. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, തന്റെ പാർട്ട്ണർക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യരുത് എന്നിവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുക. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവിടെ ഉറപ്പായിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം തന്റെ പാർട്ട്ണർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. മനസ്സിലാക്കാൻ മാത്രമല്ല, ഇത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൂടി ഇവർ മാക്സിമം ട്രൈ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, എൻ്റെ കൂടെ ഉള്ളപ്പോൾ എൻ്റെ പാർട്ട്ണർ ഒരിക്കലും വിഷമിക്കരുത് അല്ലെങ്കിൽ അവർക്കൊരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് മാക്സിമം ആ ഒരാളെ സപ്പോർട്ട് ചെയ്യാനായിരിക്കും ഇവർ ശ്രമിക്കുന്നുണ്ടാവുക. ഇൻസെക്യൂരിറ്റി ഫീൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു ഫീൽ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഇവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, തൻ്റെ പാർട്ട്ണറെ ഈ പറയുന്ന ആത്മാർത്ഥമായ സ്നേഹം എന്നുള്ള ആ ഒരു പേരിൽ കൺട്രോൾ ചെയ്യാൻ ഇവർ തയ്യാറാവില്ല അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ പലരും പറയാറുണ്ട്, ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ഒക്കെ ഭയങ്കര സ്നേഹമായിരുന്നു, പിന്നെ ഭയങ്കര കൺട്രോൾ ഒക്കെ വന്നു, ചിലപ്പോൾ സ്നേഹക്കൂടുതൽ ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ഇതൊരു തെറ്റിദ്ധാരണയാണ്. സ്നേഹക്കൂടുതൽ കൊണ്ടൊരിക്കലും അവിടെ കൺട്രോൾ വരില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ചെറിയ രീതിയിൽ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ആവില്ല, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്ക്, ഈ ഒരു ഡ്രസ്സ് നിനക്ക് മാച്ച് ആവുന്നില്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതൊരിക്കലും ഒരു കൺട്രോളിങ് അല്ല. അത് ശരിക്കും നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നതാണ്. നീ ഇതിനപ്പുറത്തേക്ക് പോകരുത്, നീ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അവരെ കാണരുത്, സംസാരിക്കരുത്, ഈ രീതിയിൽ പറയുന്നതിനെയാണ് നമ്മൾ കൺട്രോളിങ് എന്ന് പറയാറുള്ളത്. അപ്പോൾ ആത്മാർത്ഥമായ സ്നേഹമുള്ള ആളുകളാണെങ്കിൽ
ഈ ഒരു കൺട്രോളിങ്ങിന് അവർ തയ്യാറാവില്ല എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യം അവർക്കില്ല. അവർക്കറിയാം ഇവരെവിടെ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എന്നെ ഒരിക്കലും വിടില്ല, അത്രയധികം സിൻസിയർ ആയിട്ടുള്ള പ്രണയമാണ് ഞങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യലുണ്ടായിരിക്കില്ല. നേരെ മറിച്ച് ആത്മാർത്ഥമല്ലാത്ത സ്നേഹമാണ്, അതായത് വെറുതെ ചുമ്മാ ഒരു പ്രകടനത്തിനുള്ള സ്നേഹമാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ കൺട്രോളിങ് ഉണ്ടായിരിക്കും. ബിക്കോസ് കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊന്ന് നോക്കുക. കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിക്കുമുള്ള സ്നേഹമാവാൻ ചാൻസ് ഇല്ല. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് സംശയം എന്നുള്ള രീതിയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും നിങ്ങളെ ഇഷ്ടമായിരിക്കും എന്നുള്ളതും തിരിച്ചറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ്, ശരിക്കും നിങ്ങൾ ഇഷ്ടമാണോ അതല്ലെങ്കിൽ ചുമ്മാ അഭിനയിക്കുകയാണോ എന്നുള്ളത്. ആത്മാർത്ഥമായി സ്നേഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, തിരിച്ച് നിങ്ങളും സ്നേഹിക്കുക, നല്ല രീതിയിൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമുക്ക് അത്രയും പെർഫെക്റ്റ് ഉള്ള ഒരാളെ കിട്ടണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ കിട്ടും എന്നുള്ളതിലും ഉറപ്പില്ല. എല്ലാവർക്കും പെർഫെക്റ്റ് ആവാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ആൾ കുറച്ചുകൂടി നല്ലൊരു പേഴ്സൺ ആണെങ്കിൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഉള്ള ആളാണെങ്കിൽ ഒരിക്കലും അവർ വിടാതിരിക്കുക. കാരണം ആ ബന്ധം ലൈഫ് ലോങ് പോവാനായിട്ട് ചാൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതില്ലാതാവാൻ നിങ്ങളായിട്ട് കാരണക്കാരാവരുത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്